എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് പച്ചരിയും 1 മുട്ടയുമാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇതിന് മുട്ടയപ്പം, മുട്ട ഓട്ടട എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ദോശച്ചട്ടിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു 2 മണിക്കൂർ പച്ചരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കൂട്ടായിട്ട് നല്ല ചിക്കൻ കറിയും മീൻ കറിയും മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. രാത്രി ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാം. പെട്ടെന്ന് വരുന്ന വിരുന്നുകാർക്കും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഈ 1 കപ്പിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അത് അനുസരിച്ച് മറ്റ് സാധനങ്ങളും കൂട്ടിയെടുക്കാവുന്നു. ആദ്യമേ തന്നെ ഈ പച്ചരി ഒരു 4-5 തവണ നന്നായി കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തിടണം. നമ്മളുടെ കയ്യിൽ പച്ചരി പൊടി ഉണ്ടെങ്കിൽ പച്ചരി പൊടിച്ച് നമ്മൾ ഫ്രിഡ്ജിലെങ്ങാനും സൂക്ഷിച്ചതുണ്ടെങ്കിൽ അതെടുത്തും വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട സമയം നമുക്ക് ലാഭിക്കാം. ഞാനിവിടെ പച്ചരി നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കാം. ഇനി ഇത് നമ്മുടെ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുട്ടയപ്പത്തിൽ ഒട്ടും തന്നെ വെള്ളം കൂടരുത്. അതുകൊണ്ടാണ് നമ്മൾ അരിയിലുള്ള വെള്ളം മുഴുവനായി വറ്റിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നല്ല ചിരുകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് ചിരുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ എന്ന അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല വെള്ള അരിയുടെ ചോറുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് പുഴുക്കലരിയുടെ ചോറാണ്. മട്ടയരിയുടെ ചോറായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പലഹാരത്തിന് ചെറിയൊരു നിറവ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കാരണം നമുക്ക് ഇനിയും ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വളരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നമ്മൾ പച്ചരിയും തേങ്ങയും ചോറും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. അതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ആദ്യമേ ഇതെല്ലാം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ മുട്ട ചേർക്കുന്നില്ല. ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി അരച്ചതിന് ശേഷമാണ് ഇതിലേക്ക് മുട്ട ചേർക്കുന്നത്. മുട്ട ചേർത്തിട്ട് നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിൽ തന്നെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ മാവ് അരഞ്ഞു വന്നോളും. മുട്ട ചേർത്തിട്ട് ഞാനിവിടെ നന്നായിട്ട് ഈ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. മുട്ട ചേർത്ത് അരച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ മാവ് ചെറുതായി ഒന്ന് പൊങ്ങി വന്നതുപോലെയുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ അപ്പക്കാരമോ അല്ലെങ്കിൽ പുളിച്ച മാവോ ഒന്നും ചേർക്കുന്നില്ല. ഈ മുട്ട ചേർത്തത് കൊണ്ടാണ് നമ്മുടെ പലഹാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിൽ ഇങ്ങനെ തുളകൾ വരാനായിട്ടുള്ള കാരണം. ഈ അരച്ചു വെച്ചതെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ ചേർക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊഴിച്ച് നമ്മൾ മിക്സി ഓൺ ചെയ്യുകയാണെങ്കിൽ അത് ചൂടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അരപ്പെല്ലാം കഴിഞ്ഞ് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മാവ് ചെറുതായി ഒന്ന് പൊങ്ങി വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിത് കാപ്പിയുടെ കൂടെയോ ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് കറിയുടെ കൂടെ കഴിക്കുന്നതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം വളരെ നന്നായിട്ട് തന്നെ നമ്മളൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കുക. കുറഞ്ഞതൊരു 1/2 മണിക്കൂർ വേണം നമ്മൾ അടച്ചു വയ്ക്കാനായിട്ട്. കാരണം ഇത് പൊങ്ങാനായിട്ട് നമ്മൾ വേറൊന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. പക്ഷേ ഈ ചൂടുവെള്ളവും 1/2 മണിക്കൂർ ഇതുപോലെ വെക്കുന്നതും വളരെ നിർബന്ധമാണ്. അപ്പോൾ ഞാനിവിടെ ഈ മാവ് 1/2 മണിക്കൂർ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ദോശച്ചട്ടിയിൽ ഒഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ദോശച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം സിമ്മിലേക്ക് വെക്കുക.
എന്നിട്ട് ഒരു തവി മാവെടുത്ത് ഒഴിച്ചതിന് ശേഷം ഇതൊരിക്കലും പരത്തരുത്. നമ്മുടെ ഈ മാവ് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ബബിൾസ് വന്നതിന് ശേഷം നല്ല ഭംഗിയുള്ള തുളകൾ വരും. അപ്പോൾ ഇത് നമ്മുടെ ദോശമാവ് പോലെ വളരെ പെട്ടെന്ന് വരില്ല കേട്ടോ. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ ഒരു സൈഡിൽ നിന്നും തുളകൾ വന്ന് ഇത് മുഴുവനായിട്ട് ഇതുപോലെയാകും. ഒരുവിധം തുളകളൊക്കെ വന്നതിന് ശേഷം വേണം നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മൾ ദോശ പോലെ ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു സൈഡ് മാത്രമേ വേവിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയപ്പം അല്ലെങ്കിൽ മുട്ട ഓട്ടട ഇവിടെ നമ്മൾ ദോശച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഓരോ തവണ നമ്മൾ ദോശച്ചട്ടിയിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും നന്നായിട്ട് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇളക്കാതെ മുകളിലുള്ള മാവ് മാത്രം എടുത്ത് ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഇതുപോലെ തുളകൾ വരുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഒഴിക്കുമ്പോൾ ഈ ഇളക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴെല്ലാവരും ഈ മുട്ട ഓട്ടട അല്ലെങ്കിൽ മുട്ടയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ചാനലിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്